എല്ലാവർക്കും നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം നെയ്തലക്കാവിൽ അമ്മ വന്ന് വിളംബരം നടത്തുന്നത്. നമ്മൾക്കറിയാം, തൃശ്ശൂർ പൂരം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തെക്കേ ഗോപുരനട തുറന്ന് നെയ്തലക്കാവിൽ അമ്മ വന്ന് പൂരം നടത്താനുള്ള അനുവാദം നൽകുന്നത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന മക്കൾ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാനനമകയലന്നേ രാമൻ സീതയെ തേടി നടന്നേ, താമരച്ചേലുള്ള ജാനകി വഴി പോകുന്നതാരാനും കണ്ട്. പണ്ട് കൊച്ചി രാജാവ് കുറ്റൂർ ദേശത്തു നിന്നും ഒരു ആത്തോലമ്മയെ വിവാഹം കഴിച്ചുകൊണ്ടായി. അങ്ങനെ അവിടെ കൊച്ചി രാജാവിൻ്റെ അവിടെ ഭഗവതിക്കൊരു കളമുണ്ടായിരുന്നു. ആ കളത്തിൽ ഭഗവതി വന്ന് വരാതിരിക്കുകയും എത്ര കാത്തു നിന്നിട്ടും ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവാതെയായിപ്പോവും. ഈ ആത്തോല പറഞ്ഞു, എൻ്റെ ഭഗവതിയാണെങ്കിൽ എപ്പോഴോ വന്നു കഴിഞ്ഞേനെ എന്ന്. ഇത് കൊച്ചി രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ദേവതകളെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. രാജാവ് എന്ത് ചെയ്തു? ആത്തോലെ അപ്പം തന്നെ പിടിച്ചുകൊണ്ടായി ഒരു ഇരുട്ട് റൂമിൽ ബന്ധിച്ചു. ആത്തോല അവിടെ കിടന്ന് തൻ്റെ ഭഗവതിയായ നെയ്തലക്കാവിലമ്മനെ വിളിച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്ന് നെയ്തലക്കാവിലെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുകയും കൊട്ടാരത്തിൽ വന്ന് ആത്തോലയെ മോചിപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട് കൊച്ചി രാജാവ് അമ്മയുടെ ഭക്തനായി മാറി. അങ്ങനെ കൊച്ചി രാജാവ് അനുവദിച്ചു കൊടുത്തതാണ് തൃശ്ശൂർ പൂരത്തിന് വിളംബരം ചെയ്യാനുള്ള അനുവാദം നെയ്തലക്കാവിൽ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് നെയ്തലക്കാവിൽ അമ്മ വന്ന് പൂരം വിളംബരം നടത്തുന്നത്. അങ്ങനെ അമ്മ കുറ്റൂരിൽ നിന്നും എത്തി വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തെത്തി. അവിടെ പാണ്ടിമേളം കഴിഞ്ഞ് ഭഗവാന്റെ നടയിൽ കയറി ഭഗവാനെ വണങ്ങി തെക്കേ ഗോപുരവാതിൽ കൂടെ തട്ടകത്തുള്ളവർ വാതിൽ തുറന്നു കൊടുക്കുന്നതോടുകൂടി അമ്മ പുറത്തേക്ക് എഴുന്നള്ളി വന്ന് പൂപ്പറ സ്വീകരിച്ച് 3 വട്ടം തുമ്പിക്കൈ ഉയർത്തി ആന ഇങ്ങനെ കാട്ടുന്നതോടുകൂടി പൂരം വിളംബരം നടന്നു. അതിനുശേഷം വീണ്ടും ശ്രീമൂലസ്ഥാനത്തേക്ക് ചെന്ന് അവിടെ 7 ആന പുറത്ത് അവിടെ പൂരമുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് പൂജയ്ക്ക് മുപ്പാടായിട്ടാണ് നെയ്തലക്കാവിലമ്മ അവിടെ എത്തിച്ചേരുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവരും സന്തോഷമായിരിക്കും.